ഇതുപോലെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോയപ്പോ നീ ഓർത്തില്ല ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുമെന്ന്. എന്നിട്ട് എന്ത് നേടി? എന്താ നേടിയേ? ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കി അവർക്കൊന്നും ഇപ്പൊ ജീവിതം ഇല്ല. അറിയോ, ശ്യാമി രോഹിത് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധം അകന്നു കഴിഞ്ഞു. അവർക്കിടയിൽ പെട്ടുപോയി നമ്മുടെ മോളുടെ ജീവിതം. അവളെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കില്ല. അവിടെ ജീവിക്കേണ്ടത് രോഹിത്തിന്റെ ശ്യാമയുടെ മകളായിട്ടല്ല, ആണോ? എന്റെയും എന്റെ മകളായിട്ടാ. ഈ വിഷ്ണുവിന്റെ ശാലിയുടെ മകളായിട്ടല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാൻ നോക്കിയ ഏത് ദൈവ അതിന് കൂട്ടു നിൽക്കുക? നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെന്നൊന്ന് വിളിപ്പിക്കണ്ടേ? അത് കേൾക്കാനുള്ള ആഗ്രഹം തനിക്കില്ലേ? ഇല്ലേ? ഇതെല്ലാം മറന്ന് മരിക്കാൻ ഒരുങ്ങിയെത്താൻ അതിന് കഴിയാതെ തിരിച്ചു വന്നെങ്കിലേ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാ. നമ്മൾ ഒത്തുചേരണമെന്നും ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ഈശ്വരന്റെ ഉറച്ച തീരുമാനം, അതൊന്നുകൊണ്ട് മാത്രമാണ് നീ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. ഒരു അപേക്ഷ എനിക്കുള്ളൂ. ഇക്കാരണങ്ങളെ കൊണ്ട് എന്നോടുണ്ടായ സ്നേഹത്തിനും കരുതലിലും ഒരല്പം പോലും കുറവ് വരുത്തരുത് വിഷ്ണുട്ട. എനിക്കത് താങ്ങാൻ പറ്റില്ല. പ്ലീസ്. മതി. ഇനിയുള്ള ഏത് പരീക്ഷണവും അതിജീവിക്കാൻ എനിക്ക് മക്കളും മാത്രം മതി. വിഷ്ണുട്ടാ, ഇനി എനിക്കൊരു വാക്ക് തരണം. എന്നെ തനിച്ചാക്കില്ലെന്നും ഇനി എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്നും വാക്ക് തരണം. ഇനി മുതൽ ഞാനുണ്ട് കൂടെ, കൂട്ടായിട്ടും കുടുംബമായിട്ടും
നമ്മൾ ഇനി ഒന്നിച്ച് താമസിക്കണം. നമ്മുടെ മക്കളെ വളർത്തണ്ടേ? അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്ക് ജീവിക്കണം. വിഷ്ണുട്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നേരം പുലരുന്നത് വരെ ഇങ്ങനെ ഇരിക്കും. ഇതേ നമ്മുടെ രണ്ടുപേരുടെയും പുനർജന്മമാണ്. ഞാൻ ഇവിടെ വരുമ്പോ ഈ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എന്റെ മനസ്സ്. ആ മനസ്സിപ്പോ ശാന്തമാണ്. അതുപോലെ ശാന്തമാകണം ഈ കടലും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോവും.